ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാനിന്ന് വന്നിട്ടുള്ളത് മാങ്ങ കൊണ്ട് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രുചിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ 10-15 മിനിറ്റിനുള്ളിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു അലുവയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അലുവയാണിത്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്ര രുചിയിലാണ്. മാങ്ങയൊക്കെ തീരുന്നതിന് മുമ്പേ തന്നെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി നോക്കിക്കോളൂ. അത്ര ടേസ്റ്റാണിത്. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്, അതുകൂടെ ചെയ്യാൻ മറക്കാതിരിക്കുക. എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് ഒന്ന് സപ്പോർട്ട് കൂടെ തരിക. നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ഇതായത് 3 മാങ്ങയാണ്. ഇത് വീട്ടിൽ തന്നെ പിടിച്ച മാങ്ങയാണ്. നല്ല മധുരമുള്ള മാങ്ങ നോക്കിയെടുക്കാൻ നോക്കുക. അത് നമുക്ക് കട്ട് ചെയ്ത് ഇതേപോലെ ഇതിൻ്റെ പൾപ്പെടുക്കാം. നാര് കുറഞ്ഞ മാങ്ങ ഇല്ലാത്ത മാങ്ങയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇതേപോലെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഒന്ന് മിക്സിയുടെ ജാറിലോട്ട് മാറ്റി ഒന്ന് അരച്ചെടുക്കണം. ഇതെല്ലാം മിക്സിയുടെ ജാറിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 സ്പൂൺ വെള്ളം ചേർക്കാവുന്നതാണ്. എന്നാൽ കുഴപ്പമില്ല, അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ നാരുണ്ടെങ്കിൽ ഒന്ന് അരിച്ചുകൂടി എടുക്കാൻ ശ്രദ്ധിക്കുക. നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു ബൗളെടുത്ത് 1 കപ്പ് കോൺഫ്ലോറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കോൺഫ്ലോർ ഇല്ല എന്നുണ്ടെങ്കിൽ മൈദ മാവോ അരിപ്പൊടിയോ ഒക്കെ എടുക്കാവുന്നതാണ്. അതിലേക്ക് 2 കപ്പ് അതേ അളവിൽ തന്നെ 2 കപ്പ് വെള്ളം കൂടെ, പച്ചവെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതോടെ ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. കസ്റ്റാർഡ് പൗഡർ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. കോൺഫ്ലോർ ഇല്ലെങ്കിൽ ഇതിലേതെങ്കിലും 3-1 ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ അടിച്ചുകൊണ്ടുവന്ന മാങ്ങയുടെ പൾപ്പ് ഒഴിച്ചു കൊടുക്കാം. ഒരു 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിൽ തിളച്ച് വരുന്നതൊന്ന് വെയിറ്റ് ചെയ്താൽ മതി. വരണ്ടൊന്നും വരണമെന്നില്ല. 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് ഇതൊന്ന് വരും. തിളച്ച് വന്നിട്ടുണ്ട്. ആ സമയത്ത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, മാങ്ങയുടെ മധുരം അനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടേ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഞാൻ കോൺഫ്ലോർ എടുത്ത ആ കപ്പിൻ്റെ അളവിൽ തന്നെ 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. അലുവയല്ലേ, നല്ല മധുരം അല്ലേ വേണ്ടേ, അതുകൊണ്ടാണ്. പിന്നെ മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി ഇതിൽ വന്നിട്ടുണ്ട്. തിളച്ച് പഞ്ചസാരയൊക്കെ ഇതിൽ പിടിച്ച് വന്നിട്ടുണ്ട്. ആ സമയത്ത് കോൺഫ്ലോർ നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. അത് മുട്ടിൽ അടി കട്ടായിട്ടിരിക്കും. അത് ഇപ്പോൾ ഈ സമയത്ത് ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ. പെട്ടെന്ന് ഇത് കട്ടയായി പോവും. അതുകൊണ്ട് ലോ ഫ്ലെയിം ആക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് കൈ വിടാതെ തന്നെ ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് ഇത് ആയി പോവും. അതുകൊണ്ട് ലോ ഫ്ലെയിമിലാക്കി കൈവിടാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കണ്ടില്ലേ, തിക്കായി വന്നിട്ടുണ്ട്. ഇനി പെട്ടെന്നായി കിട്ടും നമുക്ക് അലുവ. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ നെയ്യുണ്ടെങ്കിൽ നെയ്യായാലും കുഴപ്പമില്ല. ഞാൻ ഇത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്തത്. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം. ഫുൾ കണ്ടൊന്ന് സപ്പോർട്ട് കൂടെ തരിക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വേണ്ടിയത് എനിക്ക്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. ലൈക്കും ഹൈപ്പും ഒക്കെ ചെയ്യണം. ഇത് ലോ ഫ്ലെയിമിലാക്കി ഇട്ടിട്ട് തന്നെ ഇത് ഒഴിച്ച് വയ്ക്കാനായിട്ട് നമുക്കൊരു ബൗളെടുക്കാം.
ഞാനൊരു ഗ്ലാസ് ബൗളാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളെ വീട്ടിലുള്ള സ്റ്റീലിൻ്റെ പാത്രം ആയാലും മതി. ഇതേപോലെ നെയ്യൊന്ന് തടവി കുറച്ച് നട്ട്സ്, ഞാൻ കാഷ്യൂവും ബദാമും കുറച്ച് ഉണക്ക മുന്തിരിങ്ങ, കറുത്ത മുന്തിരിങ്ങയാണ്, നിങ്ങളെ കയ്യിലുള്ള ഏത് ഫ്രൂട്ട്സ് ആയാലും മതി. ഇതേപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്, ഒന്ന് ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങളെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ഏതായാലും അത് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ വെളുത്ത എള്ളുണ്ടെങ്കിൽ കുറച്ച് ഇതുപോലെ സ്പ്രെഡ് ചെയ്താൽ അത് നന്നായിരിക്കും. നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അലുവയുടെ ഇത് എല്ലാം കൂടെ കട്ടി പിടിക്കും, അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം ഇത് ചെയ്യാനുള്ളത്. പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നെയ്യിലെ എണ്ണയിലെ ഒന്നും ആവശ്യമില്ല. ഇതിൽ കിടന്ന് തന്നെ ഇതൊന്ന് സെറ്റായി വരും. വേറെ ഇനി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എണ്ണയൊന്നും വേണ്ട. മൊത്തം ഒരു 2 ടീസ്പൂൺ നെയ്യ് ആദ്യം ചേർത്ത്, പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ്, പിന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഇത്രയും ആവശ്യമുള്ളൂ. പിന്നെ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് 1 നുള്ളു കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടൊരു അലുവയാണിത്. പിന്നെ 1/2 ടീസ്പൂൺ ഏലക്കയുടെ കുരു പൊടിച്ചെടുത്തതാണിത്, അതുകൂടെ ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മറ്റേ അലുവയൊക്കെ ഉണ്ടാക്കാനായിട്ട് 1-2 മണിക്കൂറൊക്കെ ഒന്ന് കിണ്ടിയൊക്കെ എടുക്കേണ്ടി വരും. ഇത് പെട്ടെന്ന് നമുക്ക് 10-15 മിനിറ്റിനുള്ളിൽ തന്നെ ഈ അലുവ നമുക്ക് തയ്യാറാക്കി എടുക്കാം. ടേസ്റ്റ് ആണെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്ര ടേസ്റ്റാണിത്. ഇപ്പം തന്നെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. പിന്നെ കുറച്ച് നട്ട്സ് കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. കുറച്ച് കാഷ്യൂം, മുന്തിരിങ്ങയും, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങയും ആൽമണ്ടും ഒക്കെ ഒന്ന് ചോപ്പ് ചെയ്താണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ വെളുത്ത എള്ളുണ്ടെങ്കിൽ നിങ്ങൾ അതുകൂടെ ചേർത്ത് കൊടുക്കുക. അത് നല്ല ഭംഗിയാണ് കാണാനും കഴിക്കാനും ഒക്കെ ആയിട്ട്. ഇതൊരു 1-2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പാത്രത്തിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വരുന്നുണ്ട്. നമ്മുടെ അലുവ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച പാത്രത്തിലോട്ട് ഒഴിച്ച് വയ്ക്കാം. എന്നിട്ട് നമുക്കൊന്ന് ലെവൽ ചെയ്തെടുക്കാം. നന്നായിട്ട് ലെവൽ ചെയ്യാനായിട്ട് 1 സ്പൂണിൽ അല്പം നെയ്യോ എണ്ണയോ തടവിയിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് നമുക്ക് ലെവൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. ഒരു 3 മണിക്കൂറെങ്കിലും തണുക്കാനായിട്ട് വെക്കണം. ഇപ്പോൾ സെറ്റായി വരും. ഒരു ടവലുണ്ടോ തുണിയുണ്ടോ ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് വെച്ചാൽ മതി. പാത്രം വെച്ചാൽ അതിൻ്റെ ഈർപ്പം ഇതിൽ വീഴുന്നുള്ളതുകൊണ്ടാണ് ടവലെടുത്തത്. തുണി ഉണ്ടെങ്കിൽ അതായാലും മതി. നമുക്കിതിന് തണുത്ത് 3 മണിക്കൂറിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാൻ താനെ തന്നെ വിട്ട് വരുന്നുണ്ട്. ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതി നമ്മൾ നെയ്യൊക്കെ തടവി വെച്ചിരുന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. നല്ല സെറ്റായി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അലുവ നമ്മൾ തയ്യാറായിട്ടുണ്ട്. 10-15 മിനിറ്റ് മാത്രം മതി. ഒരുപാട് സമയമൊന്നും കിട്ടിയെന്ന് സമയം പോക്കണ്ട. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. മാങ്ങയൊക്കെ തീരുന്നതിന് മുമ്പ് വീട്ടിൽ മക്കൾക്കൊക്കെ ഒന്ന് തയ്യാറാക്കി കൊടുത്ത് നോക്കും. അത്ര ടേസ്റ്റാണ് കേട്ടോ ഇത്. നട്ട്സൊന്നും ഇല്ലെങ്കിൽ തന്നെയും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കടിക്കാൻ നല്ല ഒരിതാണ് ഇത്. നട്ട്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.
അടുത്ത വീഡിയോ ആയിട്ട് കാണും വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബായ്.